കൊള്ളാം, നല്ല കാപ്പിയാ. അനുമോൾക്ക് +2 നല്ല മാർക്കുണ്ടെന്ന് സോഫി സിസ്റ്റർ പറഞ്ഞല്ലോ. എന്നതാ അടുത്ത പരിപാടി? ഇനിയും പഠിപ്പിക്കണമെന്നുണ്ടച്ചോ, പക്ഷെ അതിനൊക്കെ ഒത്തിരി കാശ് വേണ്ടി. മോക്ക് ആരാവണമെന്ന് ആഗ്രഹം? അത് വലിയ തമാശയാണച്ചോ. അവക്ക് മദർ തെരേസ ആവണമെന്നാ പറയുന്നേ. അത് തമാശയാണോ ജോസേട്ടാ? ഒരു വലിയ സ്വപ്നമല്ലേ? ഒരു കാര്യം ചെയ്യാം. നമ്മുടെ സഭയുടെ തന്നെ ഒരു നഴ്സിംഗ് സ്കൂളുണ്ട് ബാംഗ്ലൂരെ. എൻ്റെ ഒരു സുഹൃത്ത് അവിടുത്തെ പ്രിൻസിപ്പള്. ഞാൻ വിളിച്ചു പറയാം. ഒരു നഴ്സായാൽ അനുമോൾക്ക് മദർ തെരേസയെ പോലെ ഒരുപാട് പേരെ ശുശ്രൂഷിക്കാനും പറ്റും. ജോസേട്ടൻ വിഷമിക്കണ്ടെന്നേ, ഒക്കെ നമുക്ക് ശരിയാക്കാം. പക്ഷേ ഈ കള്ളോട് നിർത്തണം കേട്ടോ. പുരാതന കാലം മുതൽ തന്നെ ഭാരതത്തിന്റെ വിദ്യാഭ്യാസപരവും ഒന്ന് വേഗം ആട്ടെ, എനിക്ക് പോണം. നിങ്ങളിങ്ങനെ തിരക്ക് കൂട്ടല്ലേന്ന്. മനുഷ്യനത് 2 കയ്യല്ലേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് കുർബാന കൈമഴക്ക് വരീന്ന് ഞാനിവിടെ എടുത്തു വെക്കാ. ചെല്ലു തോമാച്ച. അത് വേണ്ടാന്നേ, ഉള്ള ചവും പതിരും എല്ലാം കൂടെ വെട്ടി വെക്കാനല്ലേ. അതെ, ഷാപ്പി വരുന്ന വിശ്വാസികളോട് ഞാനാ മറുപടി പറയേണ്ടത്. ഒരു ന്യൂനപക്ഷമെന്ന നിലയിൽ നാം അവഗണിക്കപ്പെടുന്നതിൻ്റെ, നമ്മുടെ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിൻ്റെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നാം തിരിച്ചറിയണം. സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ നമ്മുടെ നിലപാടുകളെ തുറന്നു കാണിക്കുന്നതിനും നമ്മുടെ നിർധനരായ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനുമായി നമുക്ക് സംഘടിതരാകാം. വീണ്ടും ഒരു കുരിശ് യുദ്ധത്തിന് നമുക്ക് തയ്യാറാകാം. കാര്യമായിട്ട് എന്തോണ്ടല്ലോ ബിഷപ്പിന്റെ ഇടയിലേക്കരത്തിന് പതിവില്ലാത്ത നീളം. വിഷയം പഴയത് തന്നെ, സ്വാശ്രയ കോളേജ്. പക്ഷെ ഇത്തവണ എന്തോ യുദ്ധം വരാൻ പോണ പോലെയാ. യുദ്ധോ? കേട്ടിട്ടില്ലേ? കുരിശ് യുദ്ധം. മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടുക. ആവശ്യത്തിന് കരാർ ലഭ്യമാക്കുക. വിദ്യാർത്ഥിക്കും പഠന സൗകര്യമില്ലാത്ത മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടുക. അനുമോളെ, മോള് വന്നിട്ട് ഇറങ്ങാതിരിക്കായിരുന്നു. എക്സ്റേ എടുത്തതിന്റെ റിപ്പോർട്ട് തരും. റൂമിൽ വെച്ചാൽ മതി കേട്ടോ. ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോ കാണിക്കണം. ഞാൻ പോയിട്ടേ ഷടയെ നിങ്ങൾ വരാം. അനുമോളെ നോക്കിക്കോളും കേട്ടോ. ഇവിടുന്ന് നേരെ ചെന്നിട്ട് റൈറ്റ് 306. എന്തിനാ മോളെ കുട്ടികൾ കിടന്ന് ബഹളം വെക്കുന്നേ? അതവർക്ക് പഠിക്കാൻ ഡെഡ് ബോഡി ഇല്ലാന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത് അത്രേ സേമിച്ചി. അപ്പച്ചൻ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല ഈ ഡെഡ് ബോഡി ഇഷ്യൂ. പല ബാച്ചുകളിലായിട്ട് 250ഓളം കുട്ടികളോട് പഠിക്കുന്നുണ്ട്. മെഡിക്കൽ കൗൺസിൽ ശുപാർശ ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഡെഡ് ബോഡി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനിത് എവിടെ പോയി കൊണ്ടുവരാനാ? അപ്പച്ച, കോയമ്പത്തൂരാണെ പഴയ പോലെ കടാവർ കിട്ടാനുമില്ല. എടാ മക്കളെ, 1ഉം 2ഉം അല്ല, കോടികളാ ഞാൻ ഈ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാനായിട്ട് പൊടിച്ചു കളഞ്ഞത്. നീയാ പറഞ്ഞത് റബ്ബർ കൃഷിയേക്കാളും ലാഭം മെഡിക്കൽ കോളേജിനാണ്. കച്ചവടത്തിൽ നഷ്ടം വന്ന പുറുക്കല വാവച്ചൻ അതിന് സ്വന്തം മകനാന്നേ പോലും. സ്നേഹാലയത്തിൽ വിവരം അറിയിച്ചോ? ഓ സർ. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ എഴുതിത്തരാം. അവിടെ ചെന്ന് മദറിനെ കണ്ടാൽ മതി. NOC തരും, വാങ്ങിക്കൊണ്ട് വരണം. ശരി സർ. അനുമോളെ, എന്നാ പറ്റി? എന്നാ അനുമോളെ? പറ, എന്നാന്ന്? മോളെ, എന്നാ കാര്യം പറ. വേണ്ട വേണ്ട, കിടന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മച്ചി? ഇത് കണ്ണടച്ചേ നോക്കട്ടെ.
ഇത് കുമ്പസാരക്കൂട്ടിലേറ്റ് പറയേണ്ട ഒരു രഹസ്യമല്ല, സമൂഹം അറിയേണ്ട ഒരു സത്യമാണ്. അത് പുറത്ത് പറഞ്ഞില്ലെങ്കിലാ പാപമാകുന്നത്. നമുക്കിത് പോലീസിൽ അറിയിക്കാം, അതാ വേണ്ടത്. വേണ്ടച്ചു, എനിക്ക് പേടി. എനിക്ക് വല്ലത് സംഭവിച്ച പപ്പ. മാർക്കിന്റെ കടലാസൊക്കെ എടുത്ത് വച്ചേക്കണേ വാവേ. ഓർക്കുമ്പോ ഒരു സമാധാനവും കിട്ടുന്നില്ല അച്ചോ. കാശിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ. അതൊന്നും ഓർത്ത് ജോസേട്ടൻ വിഷമിക്കണ്ട. ഡൊണേഷൻ കാശ് ഞാൻ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഹോസ്റ്റൽ ഫീസും പുസ്തകമൊക്കെ ആയിട്ട് കുറച്ചുകൂടെ വേണം. അത് പിന്നെ സമാധാനമുണ്ട്. മാസാമാസം അല്ലയോ, നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാന്നേ. ഈ ബാംഗ്ലൂരൊക്കെ പോയി നിന്നുള്ള പഠിത്തം വേണോ അച്ചോ? ഇവിടെ അടുത്തെങ്ങാനും. അല്ല, ഇവിടെ അടുത്താണെങ്കിൽ എനിക്ക് അവളെ എന്നും കണ്ടോണ്ടിരിക്കാമല്ലോ. അനിമോൾ ഇപ്പോഴും കൊച്ചു കുട്ടിയാന്ന വിചാരം. 2-3 വർഷം കഴിഞ്ഞാൽ കെട്ടിച്ചു വിടേണ്ട പെണ്ണാ. അന്നപ്പോ ജോസേട്ടൻ എന്നാ ചെയ്യും? ആഹാ, മിടിക്കുകയല്ലോ. എന്നാ പിന്നെ നിങ്ങൾ പുറപ്പെടാൻ റെഡി ആയിക്കോളൂ. ഓ, ഇപ്പൊ ചെന്നാലേ ടൗണിൽ നിന്നുള്ള ബസ് കിട്ടത്തുള്ളൂ. ഇനി വന്നേ. നന്നായിട്ട് പഠിക്കണം.